നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലുള്ള സുദർശനം നേത്ര ചികിത്സാലയത്തിന് മുന്നിലാണ്. അഷ്ടാംഗ ഹൃദയം അതിപ്രാധാന്യം നൽകി പരിപാലിച്ചു പോരുന്ന നേത്ര ചികിത്സ പാരമ്പര്യത്തിന്റെ ഇന്നത്തെ കണ്ണിയാണ് സുദർശനം നേത്ര ചികിത്സാലയം. അതിന്റെ സാരഥി ഡോക്ടർ ഗോകുലനും. പരമ്പരാഗത ആധുനിക ചികിത്സാ രീതികളുടെ ഒരു അത്യപൂർവ സംഗമമാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത. രണ്ട് കണ്ണുകളിൽ നിന്നും ലഭിക്കുന്ന സന്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് തലച്ചോർ ഒരു വസ്തുവിന്റെ നീളം, ഉയരം, വലിപ്പം എന്നിവ നിർണ്ണയിക്കുന്നത്. റെറ്റിനയിൽ പതിക്കുന്ന ദൃശ്യപ്രകാശമാണ് മനുഷ്യനേത്രങ്ങൾക്ക് സംവേദനക്ഷമമായിട്ടുള്ളത്. എന്നാൽ ഉറുമ്പുകൾക്കും മറ്റു ചില ഷഡ്പദങ്ങൾക്കും അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും കാണുവാൻ സാധിക്കും. റെറ്റിനയ്ക്കുള്ളിൽ പ്രകാശം കൃത്യമായി ഫോക്കസ് ആകാത്തതുകൊണ്ടോ കണ്ണിനുള്ളിലെ ദ്രാവകങ്ങളുടെ മർദ്ദവ്യതിയാനം കൊണ്ടോ ആണ് ഒട്ടുമിക്ക നേത്രരോഗങ്ങളും ഉടലെടുക്കുന്നത്. ആയിരത്താണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ അസുഖങ്ങൾക്കുള്ള ചികിത്സാ വിധികളും ആയുർവേദം രേഖപ്പെടുത്തി വെച്ചിരുന്നു. ഈ പാരമ്പര്യത്തിന്റെ തനിമകളെ ആധുനിക ചികിത്സാ നിർണയവുമായി സംയോജിപ്പിച്ചാണ് സുദർശനം നേത്ര ചികിത്സാലയം പ്രവർത്തിക്കുന്നത്. പരമാചാര്യൻ കാഞ്ചി കാമകോടി പീഠം മഠാധിപതി ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ അനുഗ്രഹാശസ്സുകളോടെ 1990 സുദർശനം നേത്ര ചികിത്സാലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. കണ്ണുകൾക്കെന്നും പച്ചപ്പ് ആനന്ദദായകം തന്നെയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി പ്രകൃതി രമണീയമായ പാടശേഖരങ്ങൾക്ക് നടുവിലാണ് സുദർശനം നേത്ര ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നത്. ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക പരിശോധനാ രീതികളും സമന്വയിപ്പിക്കുന്ന സുദർശനം ഇന്ന് നേത്ര ചികിത്സാ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത നേതൃസ്ഥാനത്താണ് ഉള്ളത്. സുദർശന നേത്ര ചികിത്സാലയത്തിൻ്റെ ആരംഭകാലത്തിൽ തന്നെ നമുക്കൊരു കിട്ടിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ആധുനിക പരിശോധനാ സമ്പ്രദായങ്ങളും ആയുർവേദ ചികിത്സാ രീതികളും അത് സമഞ്ജസമായിട്ട് സമന്വയിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. അപ്പോൾ ശങ്കരനേത്രാലയയിലെ ആധുനിക രോഗനിർണയത്തിനുള്ള പരിശീലനവും വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് കിട്ടിയ ആയുർവേദ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസവും ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സുദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ട് തന്നെ അത് പുതിയ തലമുറയിലെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അനവധി രീതിയിലുള്ള ഇപ്പോൾ ലോക നിലവാരത്തിൽ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പാനലിൻ പ്രൊഡക്ഷൻസ് അവരുടെ ആയുർവേദ ആർട്ട് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞ ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും സിനിമാശാലകളിൽ പ്രദർശിപ്പിച്ച ഒരു ആയുർവേദ ആർട്ട് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേത്ര ചികിത്സ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ മൊണാലിസ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസ് 5-ലും പിന്നീട് ഡിസ്കവറി ചാനലിലും വന്ന മ്യൂട്ടൻ ബീസ് എന്ന് പറഞ്ഞിട്ട് തേനുകളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ തേൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ തേനീച്ചയെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയിൽ തേനിനെ കുറിച്ചുള്ള നേത്ര ചികിത്സയിലെ ഉപയോഗത്തെ പറ്റി ഏകദേശം 5 മിനിറ്റോളം നമ്മൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോകമെമ്പാടും വ്യാപിച്ച ഒരു സംവിധാനത്തിൽ നമുക്ക് ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസിന് വളരെയധികം മുതൽക്കൂട്ടായി. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിന് ആധാരം. കണ്ണടകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും ഡിഫൻസ് പോലെയുള്ള കായികക്ഷമത ആവശ്യമുള്ള മത്സര പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ തയ്യാറാക്കുന്നതിനും പ്രത്യേക ചികിത്സാ വിധികൾ സുദർശനം നേത്ര ചികിത്സാലയത്തിലുണ്ട്. സുദർശനം നേത്ര ചികിത്സാലയത്തിൻ്റെ എന്താണ് ആ ഒരു എടുത്തു പറയാനുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ ഒരു ഗ്രാജുവേഷന് ശേഷം 1990-കളിൽ ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ശങ്കരനേത്രാലയ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിൽ മദ്രാസിലുള്ള അതിൻ്റെ ചെയർമാൻ പത്മവിഭൂഷൺ ഡോക്ടർ SS ബദ്രിനാഥ്, അദ്ദേഹം നമ്മുടെ ആയുർവേദ നേത്ര ചികിത്സയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യത്തെപ്പറ്റി പഠിക്കുവാനായിട്ട് കേരളത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇത് ഒരു പുനർജനിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണെന്നും ഇതിൽ കൂടുതൽ റിസർച്ച് ആവശ്യമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹം എന്നെ ശങ്കരനേത്രാലയയിലേക്ക് 1 വർഷത്തെ ഫെലോഷിപ്പ് ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചു. ആധുനിക നേത്ര പരിശോധനാ സമ്പ്രദായങ്ങളിലും റിസർച്ച് മെത്തഡോളജിയിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആ 1 വർഷത്തെ പരിശീലനം കഴിഞ്ഞതോടുകൂടി നേത്ര പരിശോധിക്കാനും രോഗങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും മറ്റുള്ളൊരു
ഒരു അറിവ് നമുക്ക് നേടുവാൻ സാധിച്ചു. അത് ഒരു ആയുർവേദ കോളേജിലോ അല്ലെങ്കിൽ ആയുർവേദ കേന്ദ്രങ്ങളിലോ ലഭിക്കുന്ന ഒരു അറിവല്ല. അപ്പോൾ അതിനെ സമന്വയിപ്പിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ സുദർശനം നേത്ര ചികിത്സാലയം ആരംഭിച്ചത്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള അസുഖങ്ങളും കണ്ണിന് പുറമേയുള്ള അസുഖങ്ങളും മറ്റ് ന്യൂറോളജിക്കൽ സംവിധാനങ്ങളും അല്ലെങ്കിൽ തിമിരം പോലുള്ള അസുഖങ്ങൾ തിരിച്ചറിയുവാനും ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് പോലുള്ള എമർജൻസി കേസുകൾ തിരിച്ചറിയുവാനും അതിനെ നമുക്ക് വേണ്ടത് റെഫർ ചെയ്യുവാനും അല്ലാത്തത് ചികിത്സയ്ക്ക് എടുക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുവാനായിട്ട് അത് വളരെയധികം ഉപകരിച്ചു. അപ്പോൾ അത് കൂടെ നമുക്കിതിൽ ചികിത്സയുടെ ഭാഗത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഞരമ്പ് സംബന്ധിയായ കാഴ്ചക്കുറവ്, കുട്ടികളിലെ കാഴ്ച വൈകല്യം, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, നടുവേദന, സന്ധിവേദന, അലർജി, മൈഗ്രെയിൻ എന്നിവയ്ക്കെല്ലാം സുദർശനത്തിൽ പ്രത്യേക ചികിത്സാ വിധികൾ ഉണ്ട്. ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 10-40 വർഷമായിട്ട് അല്ലെങ്കിൽ 10-30 വർഷമെങ്കിലും ആയിട്ട് കണ്ണുകൊണ്ട് അടുത്ത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാണ് കൂടുതലും ഉള്ളത്. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ളതാണ് ലാപ്ടോപ്പ്, പാം ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, മൊബൈൽ ഫോണ്. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആയതോടുകൂടി കുറേയും കൂടി കണ്ണിനടുത്തേക്ക് ഇത് ഫോക്കസ് അടുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഈ ശീലം കാരണം കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ദൂരേക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ണുകൾക്ക് പ്രയാസം വരുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഐഗോളത്തിന് പുറകിലേക്ക് തള്ളാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയാണ്. ആക്സിയൽ ലെങ്ത്ത്, കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പുറകോട്ടുള്ള ദൂരം വർദ്ധിക്കുന്നു. ഈ ഫോക്കൽ പോയിൻ്റ് അടുത്തേക്ക് വരുന്നതനുസരിച്ച് കണ്ണിൻ്റെ ടെൻഡൻസിയാണ് ആക്സിയൽ ലെങ്ത്ത് പുറകോട്ട് പോകാന്നുള്ളത്. അത് ഷോർട്ട് സൈറ്റിന് കാരണമാകുന്നു. അപ്പോൾ അത് ആദ്യം ആരംഭിക്കുന്നത് 0.5 ആയിരിക്കും, -0.5 ആയിരിക്കും. അടുത്ത വർഷം ഈ ഗ്ലാസ് ഉപയോഗിക്കുന്ന കുട്ടി പിറ്റേ വർഷം നോക്കുമ്പോൾ അത് -1 ആവും. അത് പിന്നെ ആ -1 ഗ്ലാസ് മാറി വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ അത് -1.5 ആയിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഇതിന് ഒരു കാലത്തും ഈ ഗ്ലാസ് ഉപയോഗിച്ചതുകൊണ്ട് കണ്ണിൻ്റെ പവർ കുറഞ്ഞു വരുന്നില്ല, കാഴ്ചയുടെ നമ്പർ കുറഞ്ഞു വരുന്നില്ല, കൂടുന്നതല്ലാതെ. അപ്പോൾ നേരെ മറിച്ച് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം കണ്ണട ഇല്ലാതെ വീടുകളിലെ അകത്തും മറ്റും കഴിയുമ്പോൾ കണ്ണട ഇല്ലാതെ കഴിയുവാനായിട്ടും സ്കൂൾ, ഓഫീസ് മുതലായ അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ണട ധരിക്കുവാനായിട്ടാണ് നമ്മൾ ഉപദേശിക്കാറുള്ളത്. അതോടൊപ്പം തർപ്പണം പോലുള്ള ചികിത്സകൾ, നസ്യം പോലുള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ ദൂരത്തേക്ക് കാണുന്ന കാഴ്ചയിൽ കാര്യമായ വ്യതിയാനം, കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ സ്നെല്ലൻസ് ചാർട്ട് പോലെ കാഴ്ച പരിശോധനാ സങ്കേതങ്ങളിൽ ചികിത്സയ്ക്ക് മുമ്പുള്ള ആയുർവേദ ചികിത്സയ്ക്ക് മുമ്പുള്ള കാഴ്ച പരിശോധനയും ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ച പരിശോധന നടത്തുമ്പോൾ ഗണ്യമായ മാറ്റങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അതുതന്നെ വീണ്ടും കണ്ണടയുടെ ഉപയോഗം ക്രമാനുഗതമായിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് രോഗിയെ സഹായിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നത് കാഴ്ചശക്തി നാച്ചുറലായിട്ട് പ്രകൃതിയുടെ ഇണങ്ങുന്ന രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് രോഗിക്ക് സഹായകമാകും. കുട്ടികളുടെ നേത്ര രോഗത്തിനും കണ്ണട കുറയ്ക്കുന്നതിനുമുള്ള പ്രത്യേക ക്ലിനിക് സുദർശനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആയുർവേദ തെറാപ്പിയിലൂടെ കണ്ണുകളുടെ പേശികൾ ബലപ്പെടുത്തി ലെൻസിന്റെ ചലനം സുഗമമാക്കി ദൂരക്കാഴ്ചയും സമീപകാഴ്ചയും മെച്ചപ്പെടുത്തുന്ന സുദർശനത്തിലെ പ്രത്യേക ചികിത്സാ രീതി വിദേശങ്ങളിൽ പോലും ഈ നേത്ര ചികിത്സാലയത്തിന്റെ പ്രശസ്തി എത്തിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഔഷധച്ചെടികൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ആയുർവേദം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി. പണ്ടൊക്കെ പാതയോരങ്ങളിൽ തഴച്ചു വളർന്നിരുന്ന ഔഷധച്ചെടികൾ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയുർവേദ ചികിത്സ ഭാരതീയമായിട്ടുള്ളൊരു ചികിത്സാശാസ്ത്രം എന്ന് പറയുന്നതാണല്ലോ ആയുർവേദം. അപ്പോൾ അതിനെ വീണ്ടും അതിൻ്റെ പഴയ യശസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുഷ് വകുപ്പ് തന്നെ രൂപീകരിച്ചത്. ആയുർവേദ, യോഗ, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് മോഡേൺ മെഡിസിനിൽ നിന്ന് മാറ്റിയിട്ട് ഈ മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ എല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് ആയുഷ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ. അതിൽ നേത്രചികിത്സയെ എല്ലാ സ്പെഷ്യാലിറ്റികളിലും മർമ്മ ചികിത്സ, ബാലചികിത്സ, വിഷചികിത്സ അങ്ങനെയുള്ള എല്ലാ ചികിത്സകളിലും
കുട്ടികൾക്ക് കൂടുതൽ ഗുരുകുല സമ്പ്രദായത്തിൽ അറിവ് നൽകുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്, ഗുരുശിഷ്യ പരമ്പര എന്ന പേരിൽ. അപ്പോൾ അതിൽ നേത്രചികിത്സയുടെ ഭാഗമായിട്ട് നേത്രചികിത്സാ ഗുരുവായിട്ട് എനിക്ക് അതിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് ഏകദേശം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതിനൊരു ഗുരുവായിട്ട് ആയുഷിൽ RIV എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അഷ്വറൻസ് എന്ന് പറയുന്ന ഒരു രീതിയല്ല ഒരു ചികിത്സ എന്ന് പറയുന്നത്. കാരണം ഏതൊരു ചികിത്സ എന്ന് പറയുന്നതും ദൈവദത്തമാണ്. അത് പല വ്യക്തികൾക്കും പല രീതിയിലുമാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഞാൻ ഒരു കേസിൽ പോലും ഞാൻ ഒരു ഫലവും ക്ലെയിം ചെയ്യാറില്ല, അവകാശവാദങ്ങളൊന്നും ചെയ്യാറില്ല. അത് നമ്മുടെ അനുഭവം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ രോഗിയോട് പറയും, അവരോട് അതിനെപ്പറ്റി വിശദീകരിക്കും. പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ഷോർട്ട് സൈറ്റ്. ഈ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കുണ്ടാകുന്ന അലർജി സംബന്ധമായ നേത്രരോഗങ്ങൾ, ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, പീള വരിക, കണ്ണ് തുറക്കാൻ വയ്യായ്ക, ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡയബറ്റിക് റെറ്റിനോപ്പതി, അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ, വെയിൻ ഒക്ലൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ BP കൂടിയിട്ടുണ്ടാകുന്ന ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, ആൻറ്റീരിയർ ഇസ്കീമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ച തകരാറുകൾ, കുട്ടികൾക്കുണ്ടാകുന്ന ഈ രാക്കണ്ണ് കാണായിക എന്ന് പറയുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിലുള്ള പല വകഭേദങ്ങൾ, അവയിലൊക്കെ ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആയുർവേദ ചികിത്സ കൊണ്ട് നൽകുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഈൽസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ണുകളിൽ ചില യുവാക്കളിലും മറ്റും കാരണമില്ലാതെ രക്തം കിനിയുന്ന ഈൽസ് ഡിസീസ്, അതിലൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാനും കാഴ്ച ഒരു പരിധിവരെ വർദ്ധിപ്പിക്കാനായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂറോ ബേസ് ആയിട്ടുള്ള രോഗങ്ങളിൽ ആയുർവേദം വളരെയധികം ഫലം ചെയ്യുന്നതായിട്ടാണ് ഇത്രയും കാലത്തെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയുർവേദത്തിലെ ചിലവ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് തോന്നുന്നൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഒരു രോഗിക്ക് ചിലവ് വരിക? 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷമൊക്കെ അല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്യണമെങ്കിൽ കേവലം 10,000-ഓ 25,000-ഓ രൂപ അല്ലെങ്കിൽ 30,000 രൂപയാണ് ഒരു സെൻറ്ററിൽ സാധാരണ ശരാശരിയാവുന്നത്. അപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിന് പ്രയോജനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ബേസ് ചെയ്തിട്ടാണ് അതിന് പറയാം. ഇപ്പോൾ ഒരു കാറ്ററാക്ട് സർജറി ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 70,000 രൂപ മുതൽ താഴോട്ടുണ്ട്. അപ്പോൾ അത് ചിലവ് എന്നുള്ളത് വളരെ ആനുപാതികമാണ്. അത് ഓരോ സ്ഥലത്തെയും ഓരോ സന്ദർഭത്തെയും അനുസരിച്ചിട്ടാണ് ചിലവ് എന്ന് പറയുന്നത്. പൊതുവേ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദ്ദേശം ഒരു 9 ദിവസത്തെ ചികിത്സ അല്ലെങ്കിൽ 7 ദിവസത്തെ ചികിത്സ തർപ്പണമൊക്കെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപ 10,000 രൂപയുടെ അടുത്താണ് അതിൻ്റെ ഒരു തോത് വരിക. പലപ്പോഴും അത് താമസം ഉൾപ്പെടെ പോലും അത്രയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഓരോ കേസിലും വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും ഇരിക്കുക. അഷ്ടാംഗ ഹൃദയത്തിൽ തന്നെ ഇപ്പോൾ ഊർധ്വജതൃ വികാരം എന്ന് പറയും. അതായത് ഊർധ്വം എന്ന് വെച്ചാൽ മുകൾ ഭാഗം, ജതൃ എന്ന് വെച്ചാൽ കഴുത്ത്. ഊർധ്വജതൃഗതം, കഴുത്തിന് മേൽപോട്ടുണ്ടാകുന്ന രോഗങ്ങളിൽ ആണ് ശാലാക്യ രോഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നേത്രരോഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇയർ, നോസ്, ത്രോട്ട്, ENT ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ അതിലൊരു സബ് സെക്ഷനായിട്ടാണ് ശാലാക്യം പറയുന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ ശസ്ത്രക്രിയകളും ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ അന്നത്തെ കാലത്ത് റൈനോപ്ലാസ്റ്റി, ഓട്ടോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിരുന്ന സുശ്രുതാചാര്യനാണ്, നമ്മുടെ ഫാദർ ഓഫ് സർജറി എന്ന പേരിൽ ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്ന സുശ്രുത മഹർഷിയാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രമുഖമായിട്ട് നേത്രചികിത്സയെ പ്രതിപാദിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് വാഴയെല്ലാം വെട്ടി അതിൻ്റെ ഓരോ ദളങ്ങളും വെട്ടിക്കൊണ്ടാണ് അത് അല്ലെങ്കിൽ അറുത്തുകൊണ്ടാണ് ശസ്ത്രക്രിയയ്ക്ക് പരിശീലിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ ആത്മജ്ഞാനവും അകക്കണ്ണും കൊണ്ട് ഒരുപാട് ശാസ്ത്രം മുന്നോട്ട് അവർ പുരോഗമിക്കുകയും ചരകാചാര്യൻ, സുശ്രുതാചാര്യൻ, വാഗ്ബടാചാര്യൻ, അങ്ങനെ നിരവധി പേര്, ശാർംഗധരൻ, അങ്ങനെ മാധവനിധാനം, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ ആയുർവേദ സംഹിതയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഊർധ്വഭാഗത്ത് പറയുന്ന ഉപവിഭാഗമാണ്
ശാലാക്യതന്ത്രം, അല്ലെങ്കിൽ ശലാക കൊണ്ട് ചെയ്യുന്ന ചികിത്സ. ശലാക എന്ന് പറയുന്നാൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് കണ്ണിൽ പണ്ട് തിമിരം ഒഴിവാക്കുന്നതിനായിട്ട് ചെയ്തിരുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കണ്ണിനകത്തുണ്ടാകുന്ന കുരു അതുപോലുള്ള വീക്കങ്ങളൊക്കെ കീറാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ശലാക. ആ ശലാക കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ശാലാക്യതന്ത്രം എന്ന പേര് വീണത്. എനിക്ക് ഭാഗ്യവശാൽ ഗ്രാജുവേഷന് ശേഷം ഒട്ടനവധി ഗുരുക്കന്മാരുടെ കീഴിൽ അവരുടെ കൂടെ നിന്ന് വീട്ടിൽ താമസിച്ച് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് പഠിക്കുന്നതിനുള്ളൊരവസരം ഏകദേശം ഒരു 5 വർഷത്തോളം ഇന്ന് പലർക്കും കിട്ടാതെ പോകുന്നൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മളൊരു ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രചോദനവും ശക്തിയും അറിവും വിവേചന ശക്തിയും ഉണ്ടാകുന്നൊരു രീതിയാണ് ഗുരുകുലവാസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അന്തരിച്ചുപോയ മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ആയുർവേദ മേഖലയിലെ വളരെ പ്രമുഖരായിട്ടുള്ള കുലപതിമാരായിട്ടുള്ള ബ്രഹ്മശ്രീ വൈദ്യമഠം വലിയ നാരായണ നമ്പൂതിരിപ്പാട്, അദ്ദേഹം 1989 തന്നെ, ഞാൻ 87 ഞാൻ അദ്ദേഹത്തെ വിട്ട് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വൈദ്യരത്നം വൈദ്യഭൂഷണം രാഘവൻ തുന്നൽപ്പാട് ചാലക്കുടി. അതുകൂടാതെ നേത്രചികിത്സയിൽ നിരണത്ത് തിരുവല്ലയ്ക്കടുത്ത് നിരണം എന്ന ഗ്രാമത്തിൽ കോയിക്കത്തുണ്ടിയിൽ കുട്ടിക്കൃഷ്ണൻ നായർ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നേത്രചികിത്സ പാരമ്പര്യമായിട്ടും പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ആ ചികിത്സാ അനുഭവങ്ങളും അവരുടെ അറിവും മറ്റും നമ്മളിലേക്ക് പകർന്ന് ഇത് വിപുലീകരിക്കുന്നതിനായിട്ടുള്ളൊരു വലിയൊരു അവസരം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു 2-2.5 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനത്തിനിടയിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. പാരമ്പര്യ ചികിത്സകയായിരുന്ന സ്വന്തം മാതാവിൻ്റെ ഒരു സ്വാധീനമാണ് ഡോക്ടർ ഗോകുലിനെ ആയുർവേദ ബിരുദ പഠനത്തിന് ശേഷം നേത്രചികിത്സാ രംഗത്തേക്ക് എത്തിച്ചത്. എൻ്റെ അമ്മ നേത്രചികിത്സയിൽ പാരമ്പര്യമായിട്ട് ധാരാളം അറിവുകൾ സമ്പാദിച്ച വ്യക്തിയാണ്. അമ്മ 86 വയസ്സിലാണ് അമ്മ മരിച്ച 2 വർഷം മുമ്പ്. ചെറിയ പ്രായത്തിൽ തന്നെ 8 വയസ്സിൽ തന്നെ ഗുരുമുഖത്ത് നിന്ന് ഇളമന അച്യുത മേനോൻ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിലെ അന്നത്തെ പ്രശസ്തമായ കൊച്ചി രാജാവിൻ്റെയൊക്കെ ആസ്ഥാന വൈദ്യനായിരുന്ന ഇളമന അച്യുത മേനോൻ്റെ അടുത്ത് നിന്ന് അമ്മ ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ഹസ്തശാസ്ത്രം, ആയുർവേദം, നേത്രചികിത്സ പ്രത്യേകിച്ച് ഇതെല്ലാം അഭ്യസിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മയിൽ നിന്നുള്ള ആ ഒരു പ്രചോദനമാണ് ഞാൻ ആയുർവേദ ബിരുദ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ ഒരു നേത്രചികിത്സ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം. അങ്ങനെ 1990 നേത്ര ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ദേശീയ തലത്തിൽ ധാരാളം ഫിലാന്ത്രോപ്പിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നേത്ര ഫൗണ്ടേഷൻ എന്ന പേരിലൊരു പ്രസ്ഥാനം രൂപവൽക്കരിച്ചത്. 1993 സുദർശനം നേത്ര ചികിത്സാലയം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള ചികിത്സാലയം അത് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആയുർവേദ ആർട്ട് ഓഫ് ബീയിങ് എന്ന ചലച്ചിത്രം 2002 പുറത്തിറക്കുന്നതിൽ ഡോക്ടർ ഗോകുലൻ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആയുർവേദം പ്രമേയമാക്കിയ ഈ ചലച്ചിത്രം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ച് നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. തേൻ തെറാപ്പിയെക്കുറിച്ചുള്ള ഡോക്ടർ ഗോകുലിന്റെ വീഡിയോ ഫ്രഞ്ച് ടെലിവിഷൻ ചാനലായ ഫ്രാൻസ് എസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2010 രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിന്റെ ചികിത്സക് ഗുരുവായി ഡോക്ടർ ഗോകുലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരുവല്ലയിൽ സുദർശനം തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലാണ് നിൽക്കുന്നത്. നഗരത്തിൽ തന്നെയാണ്, തിരുവല്ല ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഇപ്പോൾ ദൂരദേശത്ത് നിന്ന് വരുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരാറുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവരോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ഫ്ലൈറ്റിൽ വരാറുണ്ട്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വരാറുണ്ട്. തിരുവല്ലയിൽ വളരെ മഞ്ഞാടി തൈമല എന്ന് പറയുന്ന വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് സുദർശനം ചെയ്യുന്നത്. അതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ തൃപ്പൂണിത്തുറയിലുണ്ട് അൻമിൻ ആയുർവേദ ചികിത്സാലയം തൃപ്പൂണിത്തുറ, അല്ലെങ്കിൽ കേരള ആയുർവേദ ലിമിറ്റഡ് ആലുവ, ഓയാസിസ് ഐ ഹോസ്പിറ്റൽ കോഴിക്കോട്, താമരശ്ശേരി വയനാട് റോഡിൽ. അതുകൂടാതെ ഇന്ദീവരം ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോട്ടയം മണർകാടുണ്ട്. ഇവിടെയൊക്കെ ആഴ്ചയിലൊരിക്കൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ മാസത്തിലൊരിക്കൽ ബാംഗ്ലൂർ MS രാമയ്യ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുണ്ട്, ക്യാമ്പസുണ്ട്. അവരുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ ക്യാമ്പസിൽ മാസത്തിലൊരിക്കൽ അത് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 100 ബെഡോളമുള്ള വലിയൊരു ഹോസ്പിറ്റൽ തന്നെ ആയുർവേദത്തിൻ്റെ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഗോകുല ആയുഷ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫോളോ അപ്പ് ചെയ്യാനും മറ്റും ഡോക്ടർമാരും എല്ലാം ഉണ്ട്. അതുകൂടാതെ മുംബൈയിൽ മാസത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്തിട്ട് ചികിത്സയും മറ്റും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്.
1993 അമേരിക്കയിൽ നിന്നും അശോക ഇന്നവേറ്റീവ് ഫോർ ദി പബ്ലിക് എന്ന ലൈഫ് ഫെലോഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ ഗോകുലിനെ തേടി ചിത്ര തിരുനാൾ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഗ്ലോക്കോമയിൽ അത് രണ്ടും ചേർന്ന് ആധുനിക ശാസ്ത്രവും ഇപ്പോൾ പ്രഷറെല്ലാം കണ്ടമാനം വർദ്ധിക്കുന്ന കേസാണെങ്കിൽ അത് പ്രഷർ കുറയ്ക്കാനായിട്ട് ലേസർ ശസ്ത്രക്രിയയോ പെരിഫറൽ ഐറഡക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റ് ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ ഡ്രോപ്സോ ആൻറ്റി ഗ്ലോക്കോമ ഡ്രോപ്സോ ഒക്കെ ഒഴിച്ച് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആയുർവേദത്തിനെ പ്രധാനമായിട്ടും ആശ്രയിക്കേണ്ടത് കണ്ണിന് തനതായ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രഷറിനെ താങ്ങുന്നതിനുള്ള കഴിവ് കണ്ണുകൾക്കുണ്ടാക്കി കൊടുക്കുക, ഈ പ്രഷറിൻ്റെ ത്രെഷോൾഡ് ലെവല് കണ്ണിൽ നിലനിർത്തുക. അതുകൊണ്ട് കണ്ണിനുണ്ടാകുന്ന ഞരമ്പിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ച് കാഴ്ചയുടെ തോത് വർദ്ധിപ്പിക്കുക, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു സപ്ലിമെൻ്ററി സംവിധാനമാണ് ആയുർവേദത്തിൽ സമീപിക്കാവുന്നത്. അത് വളരെ വിദഗ്ധമായിട്ട് നമുക്കിവിടെ ഫലം തരുന്നുമുണ്ട്, ചികിത്സ കൊണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ പ്രധാനമായി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡയബറ്റിക് ആണ് അവിടെ നമുക്ക് കൺട്രോൾ നിർത്തേണ്ടത്. ഏകദേശം 8 വർഷത്തോളം എടുക്കുന്ന ഡയബറ്റീസ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ടോ നിയന്ത്രണമല്ലാതെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ നിൽക്കുന്നതുകൊണ്ടോ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന അപചയവും അവയ്ക്കുണ്ടാകുന്ന ലീക്കേജുമാണ് വളരെ താരതമ്യേന ദുർബലമായ റെറ്റിന പോലുള്ള അല്ലെങ്കിൽ കിഡ്നി പോലുള്ള അവയവങ്ങളെ ബാധിച്ചിട്ട് അവിടെ രക്തം ഇറങ്ങിയിട്ട് ആ ഞരമ്പുകളെ കണ്ണിൻ്റെ ഞരമ്പുകളെ അത് സ്വാധീനിക്കുന്നു. അങ്ങനെയാണ് കാഴ്ചയെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നു. കണ്ണിലേക്ക് ഒരുപാട് രക്തം ഇറങ്ങുക അല്ലെങ്കിൽ രക്തം കിനിഞ്ഞിറങ്ങുക അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ഡെപ്പോസിറ്റ്സ് കണ്ണിലേക്ക് പോവുക, എക്സുഡേറ്റ്സ് എന്ന് പറയുന്നത്, അത് കണ്ണിൽ വീണിട്ട് കാഴ്ച നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വികസിക്കുന്നത്. അതിൽ ഒരുപാട് ആയുർവേദ ഔഷധങ്ങളും ആയുർവേദ ചികിത്സകളും ചെയ്ത് കഴിഞ്ഞാൽ ഈ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഇറങ്ങുന്നതിനെ അല്ലെങ്കിൽ ഹെമറേജിനെ ഒരു വലിയ പരിധി വരെ കൺട്രോൾ ചെയ്യുവാനും നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഒരു വലിയ അളവിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ടും ചികിത്സ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമായിട്ടും ആയുർവേദത്തിലാണെങ്കിലും ചികിത്സ മുഖ്യമായിട്ടും പഞ്ചസാര കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. പരമ്പരാഗതവും ആധുനികവുമായ ഒരു ചികിത്സാ രീതിയാണ് സുദർശനം നേത്ര ചികിത്സാലയത്തിലുള്ളത്. സുദർശനം നേത്ര ചികിത്സാലയത്തിലെ ചികിത്സാ രീതികളെക്കുറിച്ചും അവിടുത്തെ ഓരോ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.